മഫ്യൂസൽ ബസ് സ്റ്റാൻഡിലെ കെട്ടിടത്തിൽ ഈ ഷട്ടറുകൾ കാണുന്ന ഭാഗം മാത്രമാണ് കെട്ടിട നിർമ്മാണ ചട്ടപ്രകാരം അനുമതിയുള്ളത്. ബാക്കി വരുന്ന തകര ഷീറ്റ് ഉപയോഗിച്ചുള്ള ഭാഗമെല്ലാം അനധികൃത നിർമ്മാണമാണ്. ഇന്നലെ മണിക്കൂറുകൾ എടുത്തിട്ടും തീ കെടുത്താതെ പോയതിന് കാരണം ഈ അനധികൃതമായ നിർമ്മാണ പ്രവർത്തനങ്ങളാണ്. 3 വർഷം മുൻപ് വരെ ഡോർമെറ്ററിയായി പ്രവർത്തിച്ചിരുന്നതാണ് കെട്ടിടത്തിന്റെ ഒരു ഭാഗം. അന്ന് ബസ് സ്റ്റാൻഡ് ഷെൽട്ടറിന് മുകളിലുള്ള ഭാഗം ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. കെട്ടിടത്തിന് ചുറ്റും ആളുകൾക്ക് നടന്നു പോകാനുള്ള വഴികളും ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ചുകാലമായി ഈ ഭാഗങ്ങളിലെല്ലാം തകര ഷീറ്റ് കെട്ടി അനധികൃത നിർമ്മാണം നടത്തി. ഇതാണ് ഇന്നലെ രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയത്. കച്ചവടക്കാർ മാക്സിമം അവരുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യും. പക്ഷെ അത് തടയേണ്ടത് ഇവിടുത്തെ അധികാരികൾ തന്നെയായിരുന്നു. കോർപ്പറേഷൻ ഇവിടെ അഗ്നി സുരക്ഷാ സംഭവം ഒന്നുമില്ല, ഒരു വെള്ളത്തിന് വരെ ഇവിടെ സൗകര്യമില്ല. ഫോക്കസ് മോളിലാണ് വെള്ളം എടുത്തത്, തൊട്ടടുത്ത്. വാടക ഭീമമായ വാടക, 46 ലക്ഷം റുപ്യൻ്റെ അടുത്ത് മാസം ഇവിടെ വാടക കൊടുത്തുകൊണ്ട് കച്ചവടക്കാരവിടെ. കെട്ടിടത്തിൽ നിർമ്മാണ പ്രവർത്തനം നടത്തേണ്ടത് കോഴിക്കോട് കോർപ്പറേഷനാണ്. സ്ഥാപനങ്ങൾ അനധികൃതമായി നിർമ്മിച്ചാൽ അത് തടയേണ്ടതും കോർപ്പറേഷൻ തന്നെ. ഇവിടെ ഒന്നും ഉണ്ടായില്ല. കെട്ടിടത്തിൽ പ്രാഥമികമായി വേണ്ട അഗ്നിരക്ഷാ ഉപകരണങ്ങളും ഉണ്ടായിരുന്നില്ല. സുരക്ഷാ വാതിലുകളുമില്ല. പ്രദേശത്തെ പല കെട്ടിടങ്ങളിലും സുരക്ഷയില്ലെന്ന് കണ്ടെത്തി ഫയർഫോഴ്സ് പലതവണ നോട്ടീസ് നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല. ഈ കോർപ്പറേഷനും കൂടി ഒരു ഭാഗവാക്കാണ്. വ്യാപാരികൾ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മളൊരു ബിൽഡിംഗ് എടുക്കുമ്പോൾ അതിൻ്റെ സെഫിൽ എടുത്തു കഴിഞ്ഞാൽ അതിന് പുറമെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊരു വീട് എടുത്താൽ തന്നെ എക്സ്ട്രാ കൂട്ടി ചേർത്ത് കഴിഞ്ഞാൽ കോർപ്പറേഷൻ വന്ന് നടപടി സ്വീകരിക്കുന്നുണ്ട്. ഇത് എന്തുകൊണ്ട് കോർപ്പറേഷൻ കണ്ണടിച്ചെന്നുള്ളത് ഒരു പരിശോധന, ശരിക്കും ഒരു അന്വേഷണം നടത്തിയാൽ തന്നെ അതിന് കണ്ടെത്താനുള്ളൂ. കെട്ടിടങ്ങൾ മുഴുവൻ മറച്ചുള്ള പരസ്യ ബോർഡുകളും ഇന്നലെ രക്ഷാപ്രവർത്തനത്തിന് വലിയ തടസ്സമാണ് സൃഷ്ടിച്ചത്. ചോദ്യങ്ങൾക്ക് കോർപ്പറേഷൻ മേയർ പ്രൊഫസർ ബീന ഫിലിപ്പിന് കൃത്യമായ മറുപടികളില്ല. എല്ലാം അന്വേഷിക്കുമെന്ന് പ്രതികരണം. പല വിധത്തിലും പല തലത്തിലും അന്വേഷിച്ച ശേഷമേ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഉദ്യോഗസ്ഥലത്തിൽ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്ത് അവരോട് കൂടി ചോദിച്ചിട്ട് എന്താണ് ഇതിൻ്റെ കാരണമെന്ന് അറിഞ്ഞ ശേഷമേ എനിക്ക് അതിനെക്കുറിച്ച് പ്രതികരിക്കാം. അടിയന്തരമായിട്ട് നന്നാക്കുക എന്നല്ല നമ്മുടെ മുമ്പിൽ മറ്റൊന്നുമില്ലല്ലോ. മിഠായി തെരുവ് ഉൾപ്പെടെ കോഴിക്കോട് തീപിടുത്തമുണ്ടായപ്പോഴെല്ലാം വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചതാണ്. അതേ വീഴ്ച തന്നെ മഫ്യൂസൽ ബസ് സ്റ്റാൻഡിലും ആവർത്തിച്ചിരിക്കുന്നു. നഗരഹൃദയത്തിൽ കോർപ്പറേഷൻ ഓഫീസിന്റെ മൂക്കിന് താഴെ പരസ്യമായ നിയമലംഘനത്തിന് ആരാണ് കൂട്ടുനിൽക്കുന്നത്? ഉദ്യോഗസ്ഥർ മാത്രമല്ല കുറ്റക്കാർ, ഭരണ നേതൃത്വമുണ്ട്, രാഷ്ട്രീയ നേതാക്കളുണ്ട്. വ്യാസ് പി റോമിനൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.